റെഡി അല്ല പറ ആ കാത്തിട്ട് അല്ലാതെ മനപ്പൂർവ്വം ഷോൾ ഇടാതിരുന്നല്ല. ഓക്കെ പറയട്ടെ. നമ്മുടെ കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് Look guys, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇറ്റ്സ് മീ മിറാക്കിൾ കപ്പിൾ. അപ്പോൾ കഴിഞ്ഞ വർഷം 2023-24 സമയത്ത് നമ്മളൊരു ക്യൂആൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിച്ചു എന്തുവാ ഇനി എന്നാണ് അടുത്ത Q&A? അങ്ങനെ നമ്മൾ 2025 പകുതിയോടുകൂടി നമ്മുടെ കുഞ്ഞാവേക്ക് വന്നതിന് ശേഷം നമ്മളൊരു ക്യൂആൻ ഇടുവാണ്. അപ്പോൾ ഇട്ട സമയത്ത് ഒരുപാട് പേര് കുറേ ചോദ്യങ്ങൾ 100-ന് പുറത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം വെച്ചിട്ട് എല്ലാവരുടെയും പേര് ഉൾപ്പെടെ പറഞ്ഞ് നമ്മൾ കുറേ ഉത്തരങ്ങൾ തിരിച്ച് പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി അടുത്ത ക്യൂആൻ നമ്മൾ 2026 ഇടാൻ പോകുന്നത്. സോ അതേപോലെ ലവ് സ്റ്റോറി ചോദിച്ചവരുണ്ട്. പിന്നെ എന്തോ അല്ലേ, പിന്നെ എന്തുവായിരുന്നു, വേറെ എന്തോ, പിന്നെ ഡെലിവറി വ്ലോഗ് ഡെലിവറി വ്ലോഗ് ചോദിച്ചവരുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം നമ്മൾ ആദ്യം നിങ്ങളുടെ ക്യൂആനെയാണ്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഞാൻ വായിക്കാം അല്ലേ. ഏത് ഗംഗാ സുധീഷ് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ച ചോദ്യം കേട്ടോ. കുഞ്ഞിക്ക് പേരിട്ടയക്കാം, കുഞ്ഞിന് പേരിട്ടോന്ന് ഒരുപാട് പേര് ചോദിച്ചത്. മിക്കവാറും ഇത് തന്നെയായിരിക്കും അങ്ങോട്ട് കുറേ ചോദ്യങ്ങൾ വരാൻ പോകുന്നത്. സോ എന്തുവാ കുഞ്ഞിൻ്റെ പേര് ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. കുഞ്ഞിൻ്റെ ഫേസും അന്ന് റിവീൽ ചെയ്യുന്നതായിരിക്കും, നെയിമും എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുതിയ ആംബിയൻസ് കണ്ട വിചാരിച്ചാണല്ലേ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും നമ്മളിപ്പോൾ എവിടെയാണ്. പാലാഴി എന്താണ്? പ്രസവരക്ഷ. പോസ്റ്റ്നേറ്റൽ കെയറിന് വേണ്ടി വന്നതാണ്. 21 ദിവസത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാണ്. നമ്മൾ അവിടെ കഴിഞ്ഞു. നാളെയും കൂടെ ആകുമ്പോൾ കഴിയുവാണ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാം ചോദ്യത്തിലോട്ട് പോവാം. അനഘ നിജിൽ ചോദിച്ച ചോദ്യമാണ്, ഹോസ്പിറ്റൽ ബില്ല് എത്രയായി? ഹോസ്പിറ്റൽ ബില്ല് പാത്തുവിന് നോർമൽ ആയിരുന്നെങ്കിൽ 65 ആണ് പറഞ്ഞത്. ടോട്ടല് എല്ലാം കൂടെ 96,000 അല്ലേ, 96,000. ഏകദേശം 96,000 രൂപ അടുപ്പിച്ചു. 1 ലക്ഷം രൂപ റൗണ്ട് ഫിഗർ, ഫുഡ് ഉൾപ്പെടെ 1 ലക്ഷം രൂപയായി. ദെൻ സുനിത ലിജി അല്ലേ, ബേബി ലുക്ക് സൂപ്പർ. ഞാൻ എവിടെയും ബേബി കാണിച്ചില്ലല്ലോ. അടുത്ത ഇറ്റ്സ് മീ ഹൽഫ നമ്മുടെ ചാനൽ തുടങ്ങിയ 1000 സബ്സ്ക്രൈബർ ആയ സമയം മുതൽ നമ്മുടെ ഒരു സപ്പോർട്ടറാണ്. സോ നമ്മുടെ എല്ലാ പരിപാടികളും ഞാൻ ആളിനെ പേഴ്സണലി ഒക്കെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ടോപ്പ് സപ്പോർട്ടറായിട്ടുള്ളവരെയൊക്കെ നമ്മൾ ഇങ്ങനെ പരിഗണിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഹൽഫ ചോദിക്കുന്ന, ഹായ് ഇത്ത ലവ് സ്റ്റോറി 2 പറയാവോ? ഇത്രയും അടുത്തുണ്ടായിട്ട് ഒരു ലവ് സ്റ്റോറി 2 ആ ചോദിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ ലവ് സ്റ്റോറി 2 പറയുന്നതായിരിക്കും. പിന്നെ അടുത്തത് മുഹമ്മദ് ബഷീർ ചോദിച്ചിരിക്കുന്നത്, ഒരു ഹായ് തരുമോ പ്ലീസ്? ഒരുമിച്ച് പറയണോ പത്തു? ഹായ്. ഓക്കെ, ഇനി അടുത്തത് നൗഫാന വസീം ചോദിക്കുന്നത്, പാത്തുവിൻ്റെ ഫാമിലി ഒന്നും എന്താ ഹോസ്പിറ്റലിൽ ഇല്ലാഞ്ഞത്? പാത്തുവിൻ്റെ ഫാമിലി എന്താ? അത് നമ്മൾ ഇനി ഒരു വീഡിയോ ഇടുന്നതാണ്. ലവ് സ്റ്റോറി ഒക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവിടെ ഇല്ലാത്തതെന്ന് മനസ്സിലാവും. അതാണ് നമ്മുടെ ലവ് സ്റ്റോറി പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് മനസ്സിലാവും. കാര്യം അത് ഒരുപാട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൃത്യമായിട്ട് തന്നെയുള്ള ഒരു മറുപടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല, എന്തായാലും ഞാൻ പറയും. ഓക്കെ, അടുത്തത് മുഹമ്മദ് ബഷീർ, ഉമ്മയ്ക്കും കുട്ടിക്കും സുഖമല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്ലീസ് റിപ്ലൈ. നീ എന്നെ പറഞ്ഞോ? എനിക്കും മോനും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങൾ ഹാപ്പിയാണ്, ഓക്കെയാണ്. എന്നെ ആരും തിരക്കിയില്ല. ഓക്കെ, നജിയ ലവ് സ്റ്റോറി നെക്സ്റ്റ് പാർട്ട് വേഗം അപ്ലോഡ് ആക്കുമോ? വെയിറ്റിംഗ്. ഉറപ്പായിട്ട് നമ്മള് ലവ് സ്റ്റോറി അടുത്ത വീഡിയോ നമ്മുടെ സെക്കൻഡ് ലവ് സ്റ്റോറി ആയിരിക്കും. അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ വ്ളോഗായിരിക്കും. ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതായിരിക്കും പറയുന്നത്. കുറേ കാലം പറയാനുണ്ട്. ഇനി കുട്ടിയുടെ നെയിം എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു കുട്ടിയുടെ നെയിം ഉടനെ റിവീൽ ചെയ്യും. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് സർപ്രൈസ്. അതുകൊണ്ടാണ് നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഇല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതിൽ. സോ അങ്ങനെയായിരിക്കും നമ്മൾ അറിയിക്കുക. ദെൻ അടുത്തത് എന്താ, സാജി സൈനു, പാത്തുവിന് ഉമ്മയും ഉപ്പയും ഇല്ലേ, ബേബിയുടെ നെയിം. 2 ചോദ്യങ്ങൾ വെച്ചിട്ടുണ്ട്. പാത്തുവിൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട്. പക്ഷേ ലവ് സ്റ്റോറി കേട്ടവർ കുറച്ചൊക്കെ മനസ്സിലായി കാണും എന്താണ് കുറേയൊക്കെ നമ്മളെ പറ്റി അറിയുന്നവർക്ക് അറിയാം എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നൊക്കെ ഉള്ളത്. അത് ഞാൻ ഉടനെ ഫുള്ളായിട്ട് ഞാൻ പറയുന്നുണ്ട്. ദെൻ ബേബിയുടെ നെയിം നേരത്തെ ചോദിച്ച സെയിം ഉത്തരം തന്നെയാണ്. ബേബിയുടെ നെയിം ഉടനെ തന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് പുതിയ മൈക്കൊക്കെ ആണോ എന്ന്. ഇത് വെറൈറ്റി ഒക്കെ വേണ്ടേ? പറയൂ രമേശ്, എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഓക്കെ, ജസ്റ്റ് അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്തത് ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ആ 4 ക്വസ്റ്റ്യൻ സൈഡിൽ എല്ലാം കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തന്നെ നോക്കാം. ദെൻ 1, കുഞ്ഞിനെ എന്നാണ് കാണിക്കുക?
കുഞ്ഞ് നമ്മളെ മുസ്ലിംസിനെ സംബന്ധിച്ചോളം പെൺകുട്ടികൾക്കാണെങ്കിൽ 40-നും ആൺകുട്ടികൾക്കാണെങ്കിൽ 39-നുമാണ് നൂലുകെട്ട് ചടങ്ങ് അല്ലെങ്കിൽ പേരിടിയൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നത്. സോ അപ്പോൾ നമ്മൾ 39 എന്ന് പറയുമ്പോൾ ഈ മാസം 27-ാം തീയതിയാണ് കുഞ്ഞിൻ്റെ നൂലുകെട്ട്. സോ അപ്പോൾ അന്ന് അതിനെ കുഞ്ഞിൻ്റെ പേരും ഫേസും ഒക്കെ റിവീൽ ചെയ്യും. അന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. നിങ്ങളുടെ സ്നേഹത്തിനും കെയറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ദെൻ കുഞ്ഞിൻ്റെ വെയിറ്റ്, കുഞ്ഞ് ജനിച്ചപ്പോൾ കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. കുഞ്ഞിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2.3 kg ആയിരുന്നു. 2.3 kg ആയിരുന്നു. നോർമലി ഉള്ളതിനേക്കാളും കുറവായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞിനെ ഫേസ് കാണിക്കാൻ മറ്റേ ആൾക്ക് എടുക്കാൻ കൊടുക്കാതെയൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുഞ്ഞിനെ എടുക്കുന്ന വീഡിയോസ് കിട്ടില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മാത്രമാണ് എടുക്കുന്നത്. അത്രയും അറിയുന്ന ആളുകൾ മാത്രമല്ല, അത് പുറത്തുനിന്നുള്ള ആരും കുഞ്ഞൊന്നും എടുക്കുന്നത് ഒന്നുമില്ല. നമ്മൾ തന്നെയാണ് കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ കുഞ്ഞിന്റെ നെയിം സെറമണി ഉണ്ടാവോ? കുഞ്ഞിന്റെ നെയിം പറയുന്നതാണ്, സെറമണി ഉണ്ട്. ഓക്കെ. പിന്നെ ഈ സമയത്താണ് പാത്തു പ്രഗ്നൻസിയെക്കാളും കെയർ വേണ്ടത്. അത് കൂടുതൽ കൊടുക്കാൻ കഴിയുക ഹസ്ബൻഡിനാണ്. എപ്പോഴും കുട്ടീനെ നോക്കെന്നുള്ള പ്രഷർ കൊടുക്കാതിരിക്കുക. മെൻ്റലി ഓക്കെ ആയാലേ ഫിസിക്കലി ഓക്കെ ആവും കഴിയുള്ളൂ. പാലില്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കരുത്. അങ്ങനെ ചോദിക്കുമ്പോൾ മെൻ്റലി ഡിപ്രസ്ഡ് ആവും. സോ പാല് കുറയത്തേ ഉള്ളൂ. ഇതൊന്നും പറയാൻ ഞാൻ ആരുമല്ല. എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. സോ പറഞ്ഞു കീപ് ഗോയിങ്. പറയാൻ ആരുമല്ലെന്നല്ല, നിങ്ങളാണ് നമ്മുടെ എല്ലാം അല്ലേ. നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. സോ നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്യും. നല്ല കാര്യങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യും. കുറേ പേര് മോശമായിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഒരു നല്ല കാര്യമെല്ലാം അക്സെപ്റ്റ് ചെയ്യും. പിന്നെ പാത്തുവിന് പാല് കുറവാണോ എന്നൊക്കെ ചോദിച്ചു പാത്തുവിന് പറയുന്നില്ല. കാര്യം പാത്തുവിന് പാലില്ല, ഞാനാണ് കൊടുക്കുന്നത് കുഞ്ഞിനിപ്പം ഇല്ലേ. ഓക്കെ. അപ്പോൾ അത് അങ്ങനെയാണ്. പിന്നെ പാത്തുവിനെ കെയർ ചെയ്യുന്നുണ്ടോ പാത്തുവിനെ നോക്കട്ടെ. കുഞ്ഞിനെ നോക്കെന്ന് പറയുന്ന പാത്തു ഞാൻ എത്ര ദിവസമായിരുന്നു ഉറങ്ങിയിട്ട് രാവിലെ കണ്ടൊക്കെ ഇരിക്കുന്നതാണ്. ഞാൻ രാത്രി ഞങ്ങളിപ്പോ ഇങ്ങനെ അനുഭവിച്ച് അതിന്റെ എൻജോയ് ചെയ്യാം. ബിക്കോസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാനും ഉറങ്ങിയിട്ടില്ല. ബിക്കോസ് എന്താ പറയാനാ, നമ്മള് രാത്രിയാകുമ്പോ ഒരു എത്ര മണിക്ക് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോ കുഞ്ഞെങ്കിലും പിന്നെ രാവിലെ 6 മണി വരെ കുഞ്ഞിനെ എനിക്കിവിടെ 6 മണിക്കാണ് ട്രീറ്റ്മെന്റ് പറഞ്ഞത്. അപ്പൊ നമ്മള് രാവിലെ എണീച്ചതിന് ശേഷം പിന്നെ ഒക്കെ പോകണം. അതുകൊണ്ട് രാത്രി മൊത്തം ഞാൻ ഇരിപ്പാട്ടോ. അപ്പൊ അതൊക്കെ ഉടനെ വീഡിയോ ആയിട്ടൊക്കെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ദെൻ അടുത്ത ചോദ്യം, ബിൻസി കുഞ്ഞിന്റെ മുഖം കാണിക്കുമോ? ഉറപ്പായിട്ടും കാണിക്കും. നിങ്ങളെ കാണിക്കാതെ പിന്നെ ഓക്കെ. പിന്നെ ദിൽഫ, അതുള്ളല്ലേ പുതിയ പേര്, ദിൽഫ. ബേബിയുടെ ബോൺ വെയിറ്റ് എത്ര? ദെൻ കറണ്ട് വെയിറ്റ്. ബോൺ വെയിറ്റ് ജനിച്ച സമയത്ത് ബേബിക്ക് 2.3 kg ആയിരുന്നു. അതായത് 2.3 kg ആയിരുന്നു. ദെൻ ഇപ്പോൾ ഒരു മാസം ആയപ്പോൾ ഒരു 2.8 3-ന് വെയിറ്റ് ഗെയിൻ ചെയ്യണം. വളരെ കുറവാണ് കുഞ്ഞിന്. അപ്പോൾ അതങ്ങനെ പോകുന്നു. അപ്പം പാലില്ലാത്തത് കൊണ്ട് തന്നെ അത്രയും നമ്മള് നോൺ ബോഡി കൊടുത്തിട്ടാണ് ഇത്ര വെയിറ്റ് കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെതായതുണ്ട്. പിന്നെ അപ്പം അതാണ് ഉത്തരം. അടുത്തത് ഫിദ ഫജീർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാവോ? ആരതാണ്? എൻ്റെതാണോ? ഞാൻ പഠിച്ചത് ബയോടെക്നോളജിയാണ്. ബയോടെക്നോളജി കഴിഞ്ഞിട്ട് ഇപ്പോൾ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞ് ഞാനിപ്പോൾ ഹിപ്നോട്ടിസ്റ്റാണ്. ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്നുണ്ട്, ഹിപ്നോട്ടിസം ചെയ്യുന്നുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അക്കാദമി ഉണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ പറയാനായിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ടെലി കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പാത്തു? ഞാൻ +2 കഴിഞ്ഞ് ITI പോയി, അത് പാസ്സായി. ഇപ്പം യൂട്യൂബായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നു. +2 ഇലക്ട്രീഷ്യൻ കോഴ്സ് കഴിഞ്ഞതാണ്. സോ അതൊക്കെ വിട്ടായിരിക്കാനാ. അത് പാത്തുവിൻ്റെ അടുത്ത് ചോദിക്കണം. പോസിറ്റീവ് വയർ നെഗറ്റീവ് വയർ ഇങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചാൽ പാത്തു പറയും തൊട്ട് പോകും. കറണ്ട് അടിച്ചാൽ പോസിറ്റീവ്, കറണ്ട് അടിച്ചില്ലെങ്കിൽ നെഗറ്റീവ് അല്ലേ? അങ്ങനെ പറ്റി കണ്ടുപിടിക്കുന്ന പറ. അങ്ങനെയൊന്നുമല്ല, പാത്തു കിടിലുമാണ്. വീട്ടിലെ ബൾബ് മാറുമില്ലേ? അല്ല, പാത്തു ഏതൊക്കെ വയറിങ് ചെയ്ത് ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഫാൻ ഇടുമ്പോ ലൈറ്റ് കത്തും, ലൈറ്റ് ഇടുമ്പോ മിക്സി ഇറങ്ങും, മിക്സി ഇടുമ്പോ ഫ്രിഡ്ജ് കത്തും. നടക്കുന്ന എനിക്കറിയാം. പിന്നെ എന്തിനാണ്? ഓക്കെ. അപ്പോൾ അടുത്തത് മൻസൂർ, ബേബിക്ക് പേരിട്ടോ? പേര് ഇട്ടിട്ടുണ്ട്, ഉടനെ റിവീൽ ചെയ്യും. ഓക്കെ. ഇനി അടുത്ത ഹസീന PLR, ഹലോ, കുഞ്ഞിന്റെ വെയിറ്റ്, പാത്തുവിന്റെ പാരൻസ് എവിടെ, സുഖമാണോ? കുഞ്ഞിന്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലേ 2.3 kg ആയിരുന്നു. ഇപ്പോഴത്തെ വെച്ച് മാറിയിട്ടുണ്ട്. പാത്തുവിന്റെ പാരൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്തുവിന്റെ പാരൻസുമായിട്ട് ഒരു ടൈപ്പൊന്നും ഇല്ല, അത് വിട്ട കേസാണ് അല്ലേ. സോ സുഖമാണ്. ഇനി അടുത്തത് മുനീറ മിന്ന ലല്ലൂസ്, ചേട്ടന്റെ ഹെയർ കുറച്ച് കട്ട് ആക്കിയെങ്കിൽ കുറച്ചുകൂടെ ഗ്ലോമർ ആയാലേ. അത് ഞാൻ പറയല്ലേ, ആള് പറഞ്ഞോ. ഞാൻ പറഞ്ഞു മടുത്ത്.
കാരണം എനിക്ക് ഹെയർ കട്ട് ചെയ്യണ്ട, എന്റെ ഒരു ഐഡന്റിറ്റി ആ ഹെയറും ഈ വീട്ടിലെ എല്ലാവർക്കും ഇക്ക ഇങ്ങനെ ഈ ഒരു ലുക്കിൽ ഇഷ്ടമാണ്. ഉമ്മാക്കും ഉമ്മ ഇക്ക ഇടയ്ക്ക് പറയും താടി ഒന്ന് കട്ട് ചെയ്താലോ, അപ്പൊ ഉമ്മ പറയും വേണ്ട, നിന്റെ ഐഡന്റിറ്റി ഇതാണ്. ദെൻ എൻ്റെ ഈ മേഖലയിൽ നിൽക്കുന്നവർക്കും അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ സുഹൃത്തും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ അറിയുന്ന എന്നെ വേണ്ടുന്ന എല്ലാ ആളുകളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നെ ഈ ഒരു കോലത്തിൽ. ഇത് മുടി വളർത്തുക ഒരു തെറ്റല്ല, താടി വളർത്തുക തെറ്റല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഒരു പാഷനാണ്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. അപ്പം ഇനിയിപ്പോ കൂടുതലായിരിക്കും വരുന്നത്, കാരണം ബേബി എടുക്കുന്നുണ്ട്. മേ ബി ഞാൻ തന്നെ ചിലപ്പം വെട്ടിക്കളയും, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ ഇത് വലിച്ചു പറിച്ച് കളഞ്ഞോളും. ഇപ്പൊ തന്നെ എടുക്കുമ്പോൾ അവൻ കയ്യിൽ ചുറ്റി പിടിച്ചെല്ലാം കൂടെ പൊട്ടിച്ച് 2-3 മുടിയായിട്ട് എടുക്കുന്നുണ്ട് അവൻ താടിയിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ മിക്കവാറും ഞാൻ തന്നെ വെട്ടിക്കളയായിട്ട് വരും. നിങ്ങൾ ആരും വിഷമിക്കണ്ട, നിങ്ങളുടെയൊക്കെ ആഗ്രഹം എൻ്റെ മോൻ നടത്തി തരും. ഓക്കെ, ഞാൻ അടുത്തത് റുബീന. നമ്മുടെ ഒരു ടോപ്പ് സപ്പോർട്ടറാണ്, എപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മുടെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ള നമ്മുടെ ടോപ്പ് സപ്പോർട്ടറാണ് നമ്മുടെ റുബീന. പാത്തൂരിനെ ലേബർ റൂമിൽ കൊണ്ടുപോയപ്പോൾ ഇക്കാന്റെ ഫീലിംഗ് മുഖത്ത് കണ്ടായിരുന്നു. അത് എന്തൊക്കെയാ, അത് കുഞ്ഞിനെ കണ്ടപ്പോൾ ഇക്കാന്റെ മനസ്സിലുണ്ടായ സന്തോഷം എന്തൊക്കെയായിരുന്നു? ഗേൾ ഓർ ബോയ്, ഇക്ക ഏത് ബേബിയാണ് വിചാരിച്ചത്? അത് വലിയൊരു കഥയാണ്. ആ ഒരു മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നിന്ന് ഒരു ഫാദർ എന്ന നിലയിലോട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഒരു സന്തോഷവും സങ്കടവും അവൾ അനുഭവിച്ച വേദനയും. കാര്യം ബിക്കോസ് ഞാൻ ലേബർ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. ബിക്കോസ് ലേബർ പെയിൻ്റെ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തമായിട്ട് ഞാൻ പറയാം. കുഞ്ഞിനെ കിട്ടിയപ്പോഴത്തേക്ക് ഈ ലോകം മൊത്തം എൻ്റെ കൈക്കുള്ളിലായ ഒരു സന്തോഷമായിരുന്നു ആക്ച്വലി. ദെൻ ഗേൾ ഓർ ബോയ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത്, പേഴ്സണലി പറയും കേട്ടോ, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് പെൺകുഞ്ഞാണെന്നാണ്. കാര്യം മുടി കെട്ടാനും കുറേ കുട്ടിയുടുപ്പുകൾ ആൺകൊച്ചിന് വാങ്ങിക്കാൻ പറ്റത്തില്ല, സ്നേഹമില്ലാന്നൊന്നും അല്ല. ഓരോ ആൾക്കാര് പറയുമല്ലോ വയറ് കണ്ടിട്ട് അങ്ങനെ വിലയിരുത്തരുത്, അങ്ങനെ വിലയിരുത്തരുത്. ഇങ്ങനെ നോർമൽ ഞങ്ങളും അങ്ങനെ എല്ലാരും ഇങ്ങനെ പറയും ഫേസിലെ ഗ്ലോ കണ്ടിട്ട് പെൺകുഞ്ഞാണ്, വയറ് കണ്ട് പെൺകുഞ്ഞാണ്, നെയ്യപ്പ ചുട്ട് പിന്നെ മറ്റേ നെയ്യപ്പ ചുട്ട് നോക്കിയപ്പോഴത്തേക്ക് അതില് പെൺകുഞ്ഞാണ്. ഇങ്ങനെ എല്ലാ സിഗ്നലും കാണിച്ചത് പെൺകുഞ്ഞിന്റെ ആയിരുന്നു. മൈ അൺഎക്സ്പെക്ടഡ് മൈ ബേബിയാ. ബിക്കോസ് അൺഎക്സ്പെക്ടഡ് മീൻസ് ഞാൻ പെൺകുഞ്ഞാണെന്ന് വിചാരിച്ചിട്ട് ലേബർ റൂമിൽ ഡോക്ടർ വന്നിട്ട് ഡെലിവറി കഴിഞ്ഞു കേട്ടോ പാത്തുവിന്റെ. ഇറ്റ്സ് എ ബോയ്. ഞാൻ കണ്ടൊരു ബോയ്. സത്യം പറഞ്ഞ പെൺകൊച്ചിനുള്ള പേര് വരെ കണ്ടുപിടിച്ചിട്ട് ഞങ്ങള് റൂമിന്ന് ലേബർ റൂമിലോട്ട് പോകുന്ന ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങള് ഇങ്ങനെ എന്തോന്ന് ഇതില് സൈൻ ചെയ്യണം, എന്തോന്ന് നെയിം. അപ്പൊ ഞങ്ങള് നമ്മള് ഫിക്സ് ചെയ്തു ഗേളാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അവസാനം ലാസ്റ്റ് ഒരു മൊമെന്റിൽ ഉമ്മ പറഞ്ഞു, നീ ഒരു കൊച്ചിന്റെ പേര് ആൺകൊച്ചിന്റെ പേരോട് നോക്കി പോയി. ഞങ്ങള് ഇങ്ങനെ ഒരുപാട് പേര് സെലക്ട് ചെയ്തപ്പം ഒരു ബോയിയുടെ പേര് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഗേൾ നെയിംസ് ആണെങ്കിൽ നമ്മള് ഇൻഷാല്ലാ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പെൺകുഞ്ഞാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഈ പേര് കൊടുക്കും. അതുകൊണ്ട് ആ പേര് റിവീൽ ചെയ്യുന്നില്ല. കാര്യം പെൺകുഞ്ഞുങ്ങൾ എപ്പോഴും ഒരു ഐശ്വര്യമാണ് ഇങ്ങനെ അല്ലേ. ആൺകുഞ്ഞല്ലാന്നല്ല, എന്റെ ചെറുക്കൻ, മൈ ബോയ്, ജൂനിയർ പെട്രാക്സ്. ഇറ്റ്സ് അവർ മിറാക്കിൾ ബേബി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് താടിയും മുടിയും വെട്ടാത്തത്? വീണ്ടും സെയിം ചോദ്യമാണ് സുഹൃത്തുക്കളെ. ഞാൻ താടിയും മുടിയും വെട്ടൂല. ഞാൻ അടുത്ത ബഷീർ റസാന. താത്തയും കുഞ്ഞുമാവയും സുഖമായിട്ടിരിക്കുന്നു, എല്ലാം ഇപ്പൊ ഓക്കെ അല്ലേ? അൽഹംദുലില്ലാ. അടുത്തത് നൂറ മുജിയ. നിങ്ങളിൽ ആരാണ് ഹിന്ദു ആൻഡ് മുസ്ലിം? എന്തായാലും ഇനിയുള്ള കാലം മുന്നോട്ട് ജീവിക്കട്ടെ. പലരും ചോദിക്കും, ഞാൻ കാത് കുത്തിയിട്ടുണ്ട് ഞാനാണ് ഹിന്ദു എന്ന്. ആക്ച്വലി ഞാൻ മുസ്ലിമും ഇവള് ഹിന്ദു ആയിരുന്നു. ദെൻ ആള് മുസ്ലിം ആയതാണ് കേട്ടോ. അടുത്തത് നൈഷാന. ബേബിയെ കണ്ടപ്പോൾ ഉള്ള രണ്ടുപേരുടെ ഫീൽ എന്തായിരുന്നു? അപ്പൊ എന്താണ് രണ്ടാൾക്കും തോന്നിയത്? അത് പറയണമെന്നുണ്ടെങ്കിൽ വലിയൊരു കഥ തന്നെ നിങ്ങളുടെ പറയണം. ആ ഒരു കഥ ഞാൻ വീഡിയോ ആയിട്ടിടാം. ബിക്കോസ് പാത്തു ജനിച്ച സമയത്ത് കുഞ്ഞിനെ കണ്ടില്ല, കുഞ്ഞിനെ കാണാതെ പാത്തു പാനിക്കായിട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ പറയാം അടുത്തൊരു വീഡിയോയിൽ. ഞാൻ എന്തായാലും പറയുന്നുണ്ട്, കീപ് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ ഗൈസ്. അടുത്ത എന്തുവായിരുന്നു? ലവ് സ്റ്റോറി പറയണോ ലവ് സ്റ്റോറി? ഇപ്പം അടുത്ത വീഡിയോ. ഏജ് എൻ്റെ 26ഉം പാത്തുവിന് 24ഉം. പാത്തുവിന്റെ പാരന്റ്സ് എവിടെ? പാത്തുവിന്റെ പാരന്റ്സ് ഇല്ല ഗൈസ്, ഉണ്ട്, നോട്ട് അയ്യപ്പ്. അടുത്തത് പാത്തുവിന്റെ ഒറിജിനൽ നെയിം, പിന്നെ നിങ്ങളെ ഒറിജിനൽ നെയിം പ്ലീസ്. നിങ്ങളെ ഒറിജിനൽ പാത്തുവിന്റെ, എന്റെ ഒറിജിനൽ പേര് അജ്മൽ. പാത്തുവിന്റെ ഒറിജിനൽ പേര് എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ചുന്ന, അജു എന്ന് വിളിക്കും. പിന്നെ എല്ലാം വായി തോന്നിയൊക്കെ വിളിക്കും. അല്ലല്ല വിളിക്കത്തില്ല, കൊടുക്കാൻ വിളിക്കും. എന്റെ യഥാർത്ഥ പേര് അജ്മൽ എന്നാണ്, എന്നെ അച്ചു എന്ന് വിളിക്കും. പിന്നെ ഒറിജിനൽ പണ്ട് വേറെ പേരുണ്ടായിരുന്നു. നമ്മുടെ ബേബിക്ക് വീട്ടിൽ വിളിക്കുന്ന പേരും
വലിയ പേരും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുഞ്ഞു അവർ അടുത്ത ചോദ്യത്തിന് പറയാം. ആരെങ്കിലും ചോദിക്കുമല്ലോ കുഞ്ഞിന്റെ പേര്, അത് ഞാൻ റിപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത കുറച്ച് അധികം ചോദ്യങ്ങളുണ്ട്. അത് ചോദിച്ചിരിക്കുന്നത് ജാസു. പ്രഗ്നന്റ് ആയപ്പോൾ എത്ര വെയിറ്റ് ആയിരുന്നു? പാത്തുവിന് 49 കിലോ ആയിരുന്നു. 50 തികഞ്ഞിട്ടില്ല പാത്തുവിന് പ്രഗ്നന്റ് ആയ സമയത്ത്. ഡെലിവറി ടൈം വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു? പ്രഗ്നന്റ് ആയ സമയത്ത് അല്ലേ, 1 ഇയർ ബാക്ക്. പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ടരുത് ഗൈസ്, പ്രഗ്നന്റ് ആയപ്പോൾ 37 കിലോ. 37 കിലോ എന്ന് പാത്തു. രണ്ടാമത്തെ ചോദ്യമാണ്, ഡെലിവറി ടൈമിൽ വെയിറ്റ് എത്രയായിരുന്നു? രണ്ടാമത്തത് 49. 50 തികഞ്ഞിട്ടില്ല, 49. അത് കഴിഞ്ഞ് ഫസ്റ്റ് ട്രൈമസ്റ്റർ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നോ? ഫസ്റ്റ് ട്രൈമസ്റ്റർ അതല്ല, ഡെലിവറിയുടെ തലയ്ക്കും ദിവസവും ഡെലിവറി കഴിഞ്ഞിട്ട് അന്നും ഡെലിവറി കഴിഞ്ഞിട്ടും ആ ഒരു ശരീരത്തിന്റെ അത് വിട്ടു മാറിയിട്ടില്ല. ഹാങ് ഓവറിൽ ഛർദ്ദിച്ചോണ്ടേയിരുന്നു. ഇനി അടുത്തത്, ആ ടൈം വെയിറ്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ട്രൈമസ്റ്ററില്ല, ഗ്രാജുവലി കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. കുഞ്ഞിന് വെയിറ്റ് എത്രയാണ്? ഞാൻ പറഞ്ഞില്ലേ 2.3 kg ആയിരുന്നു. പിന്നെ സ്കാൻ റിപ്പോർട്ട് ഹാർട്ട് ബീറ്റ് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന നമുക്ക് ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ എല്ലാം ഓക്കെ ആയിരുന്നു. ഹാർട്ട് ബീറ്റ് ഒക്കെ വെച്ചാണ് ഞാൻ ചാറ്റ് GPT-യിലൊക്കെ നോക്കിയിട്ട് പെൺകുഞ്ഞാണെന്ന് പറഞ്ഞത്. എല്ലാരും പറയില്ല ഹാർട്ട് ബീറ്റ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും പറ്റുന്നില്ല, നമുക്ക് അറിയാൻ പറ്റില്ല. എല്ലാം മുകളിൽ തരുന്നു, നമ്മൾ സ്വീകരിക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യം, ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവരക്ഷ പോകുന്നുണ്ടോ? കുഞ്ഞിന്റെ നെയിം. ഇത് നേരത്തെ ചോദിച്ച ചോദ്യം കേട്ടോ. നമ്മൾ ആക്ച്വലി പ്രസവരക്ഷയ്ക്കാണ് നമ്മുടെ പാലാഴി, അതായത് വിശ്വേക എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള അല്ലെങ്കിൽ കേരളം മൊത്തമുള്ള ഒരു ഹെൽത്ത് ഗ്രൂപ്പാണ് വിശ്വേക പാലാഴി. നമ്മുടെ പോസ്റ്റ് നാറ്റൽ കെയറും മഞ്ചകർമ്മയും. അപ്പോൾ 21 ഡേയുടെ ട്രീറ്റ്മെന്റിലാണ്. അവിടെ ഇരുന്നിട്ടുള്ള അവിടെ നടക്കുന്ന വീഡിയോ ആണ് ആക്ച്വലി ഇത്. ഓക്കെ, ദെൻ അടുത്തത് കുഞ്ഞിന്റെ നെയിം. കുഞ്ഞിന്റെ നെയിം ഓക്കെ, കുഞ്ഞിന്റെ നെയിം വീട്ടിൽ വിളിക്കുന്ന പേര് പറയട്ടെ. നമ്മുടെ കുഞ്ഞിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ വിളിക്കുന്ന പേര് ഇച്ചു ബേബി. നമ്മൾ ഇച്ചു എന്നാ വിളിക്കുന്നത്. എന്നെ അച്ചു എന്നാ വിളിക്കുന്നതുകൊണ്ട് അവനെ ഇച്ചു എന്നാ വിളിക്കുന്നത് അല്ലേ. ഇച്ചു എന്നാ കേട്ടോ വീട്ടിൽ വിളിക്കുന്ന പേര്. മറ്റേ പേര് അറിയാം. അടുത്തത് എന്ത് വരുന്നത്? 40-ന് പരിപാടി ഉണ്ടാകും, അപ്പോൾ ആണോ നെയിം റിവീൽ ചെയ്യുന്നത്? അതെ 40-ന് പരിപാടി ഉണ്ട്. അന്നാണ് ഫേസ് റിവീൽ ചെയ്യുന്നതും എല്ലാം അന്നാണ്. അന്ന് മുതൽ നിങ്ങൾക്ക് കുഞ്ഞുവാവയുടെ ഫുൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും ആരും പറയേണ്ടി വരൂല. കുഞ്ഞിനെ കാണിക്കാത്ത എന്തിനു വീഡിയോ ഇടണം എന്നൊക്കെ അന്ന് ഞാനെല്ലാം കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ലവ് സ്റ്റോറി 2 പാർട്ട് അത് അറിയാനുണ്ട്. ഇനി ഉറപ്പായിട്ടും ഗൈസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആരോട് പറയാനാ? ലവ് സ്റ്റോറി ഉറപ്പായിട്ടും. ലവ് സ്റ്റോറി മാത്രമല്ല, നമ്മുടെ വീടിന്റെ ഹോം ടൂർ ചോദിച്ചിട്ടുണ്ട്. ചാനൽ തുടങ്ങിയ കാലം മുതൽ ചോദിക്കുക. ഹോം ടൂറിന്റെ ട്രെൻഡൊക്കെ പോയി. പക്ഷെ അതാ എടുക്കുമ്പോഴത്തേക്കാണ് വീടൊക്കെ വൃത്തിയാക്കിയിട്ടില്ല, നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ചീത്ത വിളിക്കില്ല. ഇപ്പൊ കുഞ്ഞാ വന്നോണ്ട് വീട് മൊത്തം വൃത്തിയാക്കി ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കാണിക്കാം. അടുത്തത് അമീറ ഷമീർ, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഷംന ഷാഫി. ഡെലിവറി സ്റ്റോറി പറയോ? ഉറപ്പായിട്ടും പറയും, അതെന്തായാലും പറയും. അതൊരു വലിയ കഥയാട്ടോ. ഇനി അടുത്ത ഷംന ഷാഫി, എത്ര വീക്കിലാണ് ഡെലിവറി കഴിഞ്ഞത്? പെട്ടെന്ന് C-സെക്ഷൻ ചെയ്യാൻ കാര്യം എന്താ? അതിനുള്ള ചോദ്യം പകുതി പറയാം. എത്ര വീക്കിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36ാമത്തെ വീക്ക് കഴിഞ്ഞ് 36 വീക്കും 6 ദിവസം ആയപ്പോഴാണ്, 37 ആവാൻ 1 ദിവസം ഉള്ളപ്പോഴായിരുന്നു ഡെലിവറി കഴിഞ്ഞത്. പിന്നെ C-സെക്ഷൻ്റെ സ്റ്റോറി എന്താണ് ഇങ്ങനെ ആയെന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. വലിയ കഥയാണ് അത്. ഡെലിവറി ടൈം വൈഫ് ആഗ്രഹിക്കുന്ന പോലെയാണോ ചേട്ടൻ ചെയ്തത്? ഡെലിവറി ടൈം ഏത് വൈഫ് ആഗ്രഹിക്കുന്ന പോലെയാണ് ചേട്ടൻ ചെയ്തത്. താങ്ക് യു അല്ലേ. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായില്ലേ? ഇല്ല, ഒരു പരാതിയില്ല. ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം. അതാണ്. ഇനി പിന്നെ അടുത്ത ചോദ്യം, ബേബിയുടെ നെയിം സൂപ്പർ. ഞാൻ ബേബിയുടെ നെയിം എവിടെയും പറഞ്ഞില്ലല്ലോ. ഇനി ബേബിയുടെ നെയിം സൂപ്പർ എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല. ഓക്കെ, അടുത്തത് മുഹമ്മദ് സുഹൈൽ. പാത്തുവിന്റെ വീട്ടുകാർ എവിടെ? പാത്തുവിന്റെ വീട്ടുകാരുടെ കേസ് ഞാൻ പറഞ്ഞു. ലവ് സ്റ്റോറി പറയുമ്പോൾ ഞാനത് പറയാം. ഓക്കെ, ഇനി അടുത്ത യൂസർ എന്ന് പറയുന്നൊരു അൺനോൺ ID എന്നാണ്. പാത്തുവിന്റെ പേരൻസ് എവിടെ? പ്ലീസ് റിപ്ലൈ. മുടി വെട്ടുമോ? പാത്തുവിന്റെ വീട്ടുകാരുടെ കേസ് പറയും. മുടി ഞാൻ വെട്ടൂല ഗൈസ്. ദെൻ അടുത്തത്, പാത്തുവിന്റെ പേരൻസ് എവിടെ? ബേബിയെ കാണാൻ വന്നില്ലേ? ബേബിക്ക് സുഖമാണോ? പാത്തു ഓക്കെ അല്ലേ? പാത്തു ഓക്കെയാണ്, ബേബിക്ക് സുഖമാണ്. പാത്തുവിന്റെ വീട്ടുകാരുടെ കേസ് പറഞ്ഞു ഇല്ല, കാണാനും വന്നിട്ടില്ല, അതൊക്കെ വിട്ട കേസാണ് അല്ലേ. സിസ്റ്റർ ഇപ്പൊ എന്റെ അനിയത്തി ആമിന, അവളിപ്പോ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നുസൈറ നൗഫൽ, പാത്തുവിന്റെ മുടി മറച്ചൂടെ? മുടി പറയടി, അല്ല പറ. കാത്തിട്, ഇങ്ങനെ ഇട്. പോരെ, സെറ്റ്.
ലേബർ റൂമിൽ ലേബർ റൂമിൽ ഞാൻ ഷോൾ ഇട്ടിരുന്നു. അപ്പൊ അവര് പറഞ്ഞ് ഷോൾ ഇടണ്ട, കുഴപ്പമില്ല, അവിടുത്തെ ഡ്രസ്സ് മാത്രം ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഷോള് വേണം. അപ്പൊ പറഞ്ഞു ഷോളൊന്നും വേണ്ട, ലേബർ റൂമിൽ കയറാൻ പോവല്ലേ എന്ന് അവര് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഷോൾ ഊരി കൊടുത്തത്, അല്ലാതെ മനപ്പൂർവ്വം ഷോൾ ഇടാതിരുന്നല്ല. ഓക്കെ, ലേബർ റൂമിൽ കമന്റ് പ്രകാരം ഇക്കഥ ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ട്. പിന്നെ ലേബർ റൂമിൽ കയറുമ്പോ ലേബർ റൂമിൽ കയറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും, അവരാരും ഇത് പറയത്തില്ല. നിങ്ങൾ ലേബർ റൂമിൽ കയറുമ്പോ നിങ്ങളെ തലയിൽ തട്ടോട്ട് കയറ്റുമെന്ന് അറിയാലോ. ആരാണ് കമന്റ് ചെയ്ത് അവരെ എനിക്ക് അയച്ചു തരണം. ലേബർ റൂമിൽ കയറുമ്പോഴും തട്ട ഇട്ടിട്ടുണ്ടായില്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. അത് പേരെന്തത്? ഷെരീഫ. ബേബിയെ കാണാൻ പാത്തുവിന്റെ വീട്ടുകാർ വന്നോ? ഇല്ല. അടുത്ത മുനീറ റഹന. ബേബിയുടെ നെയിം ഇച്ചു. ബേബിയുടെ ബർത്ത് വെയിറ്റ്, ഇപ്പോൾ ഉള്ള വെയിറ്റ്. ബേബിയുടെ ബർത്ത് വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബർത്ത് ജനിച്ച സമയത്ത് ഞാൻ പറഞ്ഞില്ല 2.3 kg ആയിരുന്നു. ഇപ്പോൾ ഉള്ള വെയിറ്റ് 2.93 അടുപ്പിച്ചായിട്ടുണ്ട്. ബേബിയുടെ ഫേസ് എപ്പോഴാണ് കാണിക്കുക? ഉടനെ കാണിക്കും. എത്ര വീക്ക് ആയപ്പോഴാണ് കാരണം ഡെലിവറി ആയത്? ഞാൻ നേരത്തെ പറഞ്ഞു 36 കഴിഞ്ഞപ്പോഴാണ്. ഹോസ്പിറ്റൽ ബില്ല് എത്രയായി? 1 lakh ആയിട്ടുണ്ട്. പാത്തുവിനെ പ്രസവരക്ഷ തുടങ്ങി. വീട്ടിലല്ല, പാലാഴിയിലാണ്. ഇതിന് അടുത്ത ചോദ്യം ഷാഹിന സഫ. പാത്തിന്റെ വീട്ടുകാർ വന്നോ കുഞ്ഞിനെ കാണാൻ? അവരെ വിളിച്ചു പറഞ്ഞോ പാത്ത് പ്രസവിച്ചു? ഇല്ലെങ്കിൽ പറയണം. ആമിന കമ്മിറ്റഡ് ആണോ? ആയിഷ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന കൊച്ചു നിങ്ങൾ ആരാ? പാത്തുവിന്റെ വീട്ടുകാർ അവരൊക്കെ എല്ലാവരും കാണുന്നുണ്ടോ? അത് എന്തോ പറയാനല്ലേ, അത് ബാധിക്കുന്ന കാര്യമല്ല. അതിനെന്തെങ്കിലും ഇങ്ങനെ കാണണം, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ദെൻ ആമിന കമ്മിറ്റഡ് ആണോ? എടാ അവള് കൊച്ചാടാ, അവൾക്ക് 16 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, +2 ആയതേ ഉള്ളൂ, കമ്മിറ്റഡ് ആവാറായില്ല. ഐഷ എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മാടെ ഇത്താടെ മോളാണ്, എന്റെ സിസ്റ്ററാണ് ഐഷ. അവളാണ് ഹോസ്പിറ്റലിൽ, അവളുടെ മോനാണ് ഞാൻ കൊണ്ടു നടക്കുന്ന. പലരും വിചാരിച്ച ആദ്യം നമ്മുടെ കുഞ്ഞാണോ. അപ്പൊ വീഡിയോസ് ഒക്കെ ഇടുമ്പോ അത് എന്റെ മരുമകൻ ആണവൻ. പിന്നെ പാത്തുവിന്റെ ഫാമിലി വീണ്ടും പറയുന്നു ഇല്ല. ജോർജ് എന്ന് പറഞ്ഞാൽ ജോർജിനെ ചോദിച്ച പാത്തുവിന്റെ ഫാമിലി ചോദിച്ചില്ല. ദെൻ റഹിന നവാസ്. പ്രഗ്നൻസി ടൈം കുഞ്ഞിൻ്റെ വെയിറ്റ് കുറവായത് അറിഞ്ഞാണോ അല്ല പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞതാണോ? അല്ല, നോർമൽ 36ാമത്തെ ആഴ്ചയിൽ ഒരു 2.5 kg ആണ് പറഞ്ഞിരുന്നത്. നോർമൽ ആണ് 2.5 kg. ബാക്കി കൂടെ ആയിരുന്നെങ്കിൽ ഒരു 400 grams ഒക്കെ വന്ന് 2.9 kg ഒക്കെ ആയേനെ. പക്ഷേ ഈ ഫ്ലൂയിഡും എല്ലാം കൂടെ ഉള്ളതുകൊണ്ടാണ് ആ 2.5 കിടന്നത്. വെളിയിലെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിറ്റ് കുറഞ്ഞ് 2.3 2.2 ആ ഒരു റേഞ്ചിലോട്ടായി. അതാണ് സംഭവം. അടുത്തത് ഫിദ ഷെറിൻ. പാത്തു കുട്ടി സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു. നൂറ യഹിയ ചോദിക്കുന്നു ഹോം ടൂർ പ്ലീസ്. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് വീടെത്തിയിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ഹോം ടൂർ ഇടുന്നതായിരിക്കും. കുഞ്ഞിൻ്റെ അക്കൗണ്ട് ചോദിക്കുന്നത് വരുന്നത് നിങ്ങളുടെ വീട് എവിടെയാണ്? നമ്മുടെ വീട് തിരുവനന്തപുരത്ത് വർക്കലയിൽ പാലച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നേരത്തെ നൂറ യഹിയ ബേബിയുടെ നെയിം പറയാമോ പ്ലീസ്? ഇച്ചു. ഓക്കെ. അടുത്തത് അൽഫിന ഷക്കീൽ. നെയിം ഇച്ചു. ഓക്കെ, തെറ്റിദ്ധരിക്കല് വീട്ടിൽ വിളിക്കണ മാത്രമാണ്. നിങ്ങള് ഇനി എന്തോന്ന് ഒറിജിനൽ പേര് കണ്ട് എല്ലാരും കമന്റ് ചെയ്യണം ഉറപ്പായിട്ടും, എങ്ങനെ ഇഷ്ടപ്പെട്ടല്ലേന്ന്. ഓക്കെ, അടുത്തത് ജുവേറിയ അബ്ദുൽ ബാരി. നല്ല പേര്. നിങ്ങൾ എന്താ താടിയും മുടിയും വെട്ടാത്തത്? പേര് മാത്രമേ ഉള്ളൂ, കമന്റ് പോരാ. പാത്തു വെട്ടാൻ പറയാറുണ്ടോ? പാത്തുവിന്റെ പേരൻസ് പാത്തു വെട്ടാൻ പറയാത്തോ? ഇല്ല, വെട്ടാൻ പറയില്ല. അതാണ് പാത്തുവിന്റെ പേരൻസിനെ പറ്റി. നിങ്ങൾ വിചാരിക്കും വീട് ചെയ്യുമ്പോ കണ്ടിട്ട് പേടിപ്പിക്കുന്ന. അല്ല, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്, മുടിയൊക്കെ കോതി കൊടുക്കുന്നുണ്ട്. എന്റെ വീട്ടുകാർക്കും എന്റെ പെണ്ണുമ്പിള്ളേക്കും എന്റെ കൂട്ടുകാർക്കും ഇല്ലാത്ത കൺസേൺസ് ആണ് ആളുകൾക്ക് മൊത്തം. സോ അപ്പൊ അടുത്തത് വീണ്ടും ലദീദ. കുഞ്ഞിന്റെ നെയിം ഇച്ചു. പാത്തുവിന്റെ പേരൻസ് എവിടെ? ആൾറെഡി പറഞ്ഞു. ഇനി അടുത്ത പാലക്ക എന്തോന്ന ഒരു പേര് വായിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഇടാം. എന്താ തല തട്ടാൻ വിടാത്ത? എന്റെ അടുത്ത് കാറ്റൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. എടുത്ത് അങ്ങനെ കേട്ടോ, സെറ്റാണ്, ഞാൻ ഇടിച്ചിട്ടുണ്ട്. പിന്നെ ബേബിയുടെ നെയിം വീണ്ടും ഇച്ചു. പിന്നെ അടുത്തത് റിസ്വാന ലച്ചു. അൽഫല നിങ്ങളുടെ ആരാണ്? കുഞ്ഞിനെ കാണാൻ വന്നില്ലേ? അൽഫല എൻ്റെ സിസ്റ്റർ പോലെയാണ്. നമുക്കെപ്പോഴും ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന സഹോദരങ്ങളില്ലേ, അതേപോലെ ഒരു ആളാണ് അൽഫല. സോ വരും, അവൾ തിരക്കിലാണ്, ഒരുപാട് ആളാണ്. അപ്പം ഞാനും പറഞ്ഞു അവൾ തിരക്കിലായതുകൊണ്ട് പിന്നെ പനി കാലൊക്കെ. അല്ല, മാത്രമല്ല അൽഫലയുടെ മാമിയുടെ ഡെലിവറി കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് കുറച്ച് കോൺസിക്വൻസ് ഒക്കെ ആയിട്ട് അതുമായിട്ട് ഇതായി. അപ്പോൾ അവർ അവിടുത്തെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി അവിടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവരിത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ നൂലിട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും.
ദെൻ നിങ്ങൾക്ക് എത്ര സിസ്റ്റേഴ്സാണ്? എനിക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. എനിക്ക് സ്വന്തമായിട്ടുള്ള എൻ്റെ അനിയത്തി ആമിന ആണ്. ഐഷ എന്ന് പറയുന്നത് എൻ്റെ ഉമ്മയുടെ താത്താടെ മോളാണ്. മൈ കസിൻ സിസ്റ്ററാണ് ഐഷ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം സജിന ഷിജൻ, പാത്തുവിൻ്റെ വീട്ടുകാരൊക്കെ എവിടെ? അയ്യോ വയ്യേ മടുത്ത് ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇങ്ങനെ വിട്ടു പോകാം. ഓക്കെ. ഞാൻ അടുത്തത് റഹീം വിത്ത് നജീമ, പാത്തുവിന്റെ വീട്ടുകാർ ഇപ്പോൾ വരാറില്ലേ? അവർ കുഞ്ഞിനെ കാണാൻ വന്നോ? പാത്തുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇല്ല, ലീവ് ഇറ്റ്. ആമിന സഹീർ, വൈ ഹോസ്പിറ്റൽ ചേഞ്ച്? മിഷൻ ഹോസ്പിറ്റലിൽ ചേഞ്ച് ആയത് വേറെ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ റിലേറ്റീവ്സും നൈസായിരുന്നു, ഓക്കെ ആയിരുന്നു. വേറെ ഒന്നുമല്ല, നമുക്ക് കുറച്ചുകൂടെ നമുക്ക് മനസ്സിനൊരു സാധനം തോന്നില്ല ചില സ്ഥലത്ത് വേണം, നമുക്ക് ഇന്ന ഡെലിവറി ഇന്നതൊക്കെ ആയിരിക്കണം, കുറച്ചുകൂടെ ഫ്രീഡം. നമ്മൾ അല്ലേ, എല്ലാം പെയിനാണ്, എല്ലാ ഹോസ്പിറ്റലിലും പൈസ തന്നെയാണ് മെയിൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ മനസ്സിനൊരു ആപ്റ്റായിട്ട് തോന്നിയതും പിന്നെ നമ്മുടെ കുറെ ആളുകൾ പോയി അവിടെ ഡെലിവറി ചെയ്ത് അവരുടെ അഭിപ്രായങ്ങളും ഡോക്ടേഴ്സിനെ ഡോക്ടറിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. അത്രയും നമ്മളെ കൂടെ നിന്ന് നമ്മളെ അനുഭവിച്ചറിഞ്ഞതാണ് അവരാ കെയറിങ്ങും എല്ലാം. സോ അത് ഞാൻ എന്തായാലും അല്ലാണ്ട് തന്നെ ഞാൻ പറയുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പം അതുകൊണ്ടാണൊരു കാര്യം, വേറെ ഒന്നുമല്ല. പിന്നെ ആ താടിയും മുടിയും വെട്ട് പ്ലീസ്. ആമിന് എത്രയിലാണ് ഡെലിവറി സ്റ്റോറി പ്രതീക്ഷിക്കുന്നു? ഉറപ്പായിട്ടും പറയാം, ആമിന് +2 താടിയും മുടി വെട്ടുന്ന ചോദ്യം ചോദിക്കണ്ട, ഞാൻ റിപ്ലൈ തരത്തില്ല. ഇനി അടുത്തത് ജമീല കുഞ്ഞുവാവയ്ക്ക് പേരിട്ടു, അത് ഞാൻ ഫുൾ നെയിം അറിയിക്കുന്നതായിരിക്കും. അടുത്ത അബ്ദുൽ സലാം, നിങ്ങൾ ആദ്യം ഹിന്ദു ആയിരുന്നോ ഇപ്പം മുസ്ലിം ആയതാണോ? ഇവള് അല്ലേ, എന്തുവാ പറ? ഞാൻ ആദ്യം ഹിന്ദു ആയിരുന്നു, പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം മുസ്ലിം ആയതാണ്. സോ അടുത്ത ചോദ്യം, പാത്തു ഹിന്ദു ആണോ ഇപ്പം മുസ്ലിം ആയതാണോ? റിപ്ലൈ തരണം റഹ്മാൻ. രണ്ടും സെയിം ചോദ്യം, സെയിമാ, അത് തന്നെയാണ്. ദീപ, എന്താണ് മുടിയും താടിയും വെട്ടാത്തത്? എന്ത് വാടേ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഇങ്ങനെ താടിയും മുടി വെട്ടിക്കാനാണ്? നിങ്ങളെ ആഗ്രഹപ്രകാരം നമ്മുടെ ബേബി വെട്ടിക്കുമെന്നാണ് തോന്നുന്നത്. അവൻ തന്നെ കത്രിക എടുത്ത് എല്ലാവരും വെട്ടി കളയോന്നാണ് എനിക്ക് തോന്നുന്നത്. കത്രിക എടുത്തില്ലെങ്കിൽ കൈ കൊണ്ട് വലിച്ചെങ്കിലും അത് ഉറപ്പായി. അടുത്തത് ഹസ്ന, ബേബിയുടെ നെയിം എന്താ? അത് ഞാൻ പറഞ്ഞല്ല, ഇച്ചു, അതാണ് വീട്ടിൽ വിളിക്കുന്ന പേരാട്ടോ. അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം, ഫസീല ജാഫർ, കുട്ടിയുടെ ഫേസ് റിവീൽ ചെയ്യുമോ പ്ലീസ്? ഉറപ്പായിട്ട് 27-ാം തീയതി കുഞ്ഞിൻ്റെ ഫേസ് റിവീലിംഗ് വീഡിയോ വരുന്നുണ്ടാവും. അടുത്ത ഹസ്ന അൽത്താഫ്, പാത്തുവിൻ്റെ വീട്ടിലുള്ളവരെവിടെ? ക്വസ്റ്റ്യൻ കട്ട്. മുനീർ റഹന, പാത്തു ഇപ്പോൾ ഓക്കെ ആയി അൽഹംദുലില്ലാ. അടുത്ത ഇക്കാൻ എന്തോ ഒരു അക്കൗണ്ട, കാക്കാടെ താടിയൊക്കെ ഒന്ന് വെട്ടി സെറ്റ് ആയിക്കോട്ടെ, ഇപ്പോഴും പൊളിയാണ്, എന്നാലൊരു ചേഞ്ച് പറഞ്ഞുള്ളൂ. ആക്കാം, സെറ്റാക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ, നമുക്കത് നടപ്പിലാകാം. അടുത്ത ഷിജിന, പോസ്റ്റ്നേറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട്? ടോട്ടൽ കോസ്റ്റ് എത്രയാവും? പോസ്റ്റ്നേറ്റൽ കെയറിനെ പറ്റി എനിക്ക് ഒന്നും പറയാനില്ല. 21 ദിവസം പടപടാ അങ്ങ് പോയി, 21 ഡേയ്സ് പെട്ടെന്ന് അങ്ങ് പോയി. അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ്. എനിക്ക് ഇതിനെക്കുറിച്ച് അധികം ഒന്നും പറയാനില്ല. എനിക്ക് വാക്കുകളില്ല, നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുക. അത്രയും നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടിയത്. ചാർജ് ഓരോന്നിനും ഓരോന്നാണ്. 7 ഡേയ്സ്, 10 ഡേയ്സ്, 14 ഡേയ്സ്, 21 ഡേയ്സ്, 28 ഡേയ്സ്. അത് തന്നെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അങ്ങനെ സ്റ്റേ ബാക്ക് അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഓരോന്നിനും ഓരോന്നാണ്. അവരുടെ കോൺടാക്റ്റ് ഒക്കെ വേണമെങ്കിൽ തരാം. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ കോൺടാക്റ്റ് ആക്കാവുന്നതാണ് കേട്ടോ. ദെൻ ലവ് സ്റ്റോറി 2ാം ഭാഗം ഇടുമോ? അത് ചോദിച്ചിരിക്കുന്നവരാണ് ലിയ അല്ലേ? ഉറപ്പായിട്ടിരിക്കും. അടുത്തത് ഫാത്തിമ ചോദിക്കുന്ന, ബേബിയുടെ നെയിം സെലക്ട് ചെയ്തോ? പാത്തുവിൻ്റെ വീട്ടുകാർ അവിടെ? ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. നെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പേരാ, ഇന്ന് വരെ ആരും കേൾക്കാത്ത ഒരു പേരാണ്. ഞാൻ എൻ്റെ നിരീക്ഷണ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു പേരാണ് അല്ലേ? ഓക്കെ. അതിന്റെ വീട്ടുകാർക്കൊക്കെ അറിയാം, അവരെ അതിന്റെ ഷോക്കിൽ ഇതുവരെ മാറിയിട്ടില്ല. അടുത്തത് അസ്മിന, പാത്തുവിന്റെ വീട്ടുകാർ തെറ്റിലാണോ? ഞാൻ വയ്യ, എനിക്ക് കട്ട് ചോദ്യം കട്ട്. ഷാഹിന, നെക്സ്റ്റ് ബേബി പ്ലാൻ എത്ര ബേബി വേണം? ഒന്നിന്റെ ഷോക്ക്, ഒന്നിന്റെ ഷോക്ക് ഇതുവരെ മാറിയില്ല. ഇത്രയും അല്ല, ഈ സമയത്തിനുള്ളിൽ ഈ ചോദ്യം ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി. അല്ല, നെക്സ്റ്റ് ബേബി പ്ലാൻ ഇവനൊന്ന് സെറ്റ് ആവണം. പക്ഷെ എത്ര ബേബി വേണം? 3 ബേബി. 3 ബേബി വേണം. ഇല്ല, 3 ബേബി വേണം. 3 അല്ല ഗൈസ്, നിങ്ങൾ പറയൂ, നിങ്ങളുടെ അഭിപ്രായം. 3 ബേബി. അടുത്തത് മിസ്ല, പ്ലേസ് എവിടെ? പ്ലേസ് നമ്മൾ ട്രിവാൻഡ്രം വർക്കല പാലസിലാണ് ഗൈസ്. ഞാൻ അടുത്തത് ഒരു 2 ചോദ്യങ്ങളുണ്ട്. ഇസു പൊന്നു, പാത്തുവിന്റെ വീട്ടുകാർ വന്നീനോ കുഞ്ഞിനെ കാണാൻ? ചോദ്യം കട്ട്. 2, കുട്ടിക്ക് നെയിം ഇട്ടോ? പേരിട്ടു.
3 ഫാത്തിമ ആരാ എന്ന് ശരിക്കും പറയുമോ? റിലേഷൻ ഫാത്തിമ അല്ല, ഐഷ ഉദ്ദേശിച്ചാട്ടോ. ഐഷ ആരാണ് ഉദ്ദേശിച്ചത്? എന്റെ ഉമ്മയുടെ താത്താടെ മോളാണ്. 4 നിങ്ങളുടെ വീട് ശരിക്കും എവിടെ? തിരുവനന്തപുരം വർക്കല പാലച്ചിറക്കാണ് ഗൈസ്. ഉത്തരവായില്ലേ? മൈ ഫേവറേറ്റ് കപ്പിൾസ്. താങ്ക് യു പൊന്നു. വാവയ്ക്ക് എത്രയായി? വാവയ്ക്ക് ഇന്ന് നമ്മളിപ്പോ ഈ വീട് ചെയ്യുന്ന ദിവസം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കാണുന്നതിന്റെ അന്ന് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 33 ഡേ ആയി കാണും അല്ലേ? 33 ഡേ ആയി കാണും. ദെൻ ഫാത്തിമ നജാസ്, അടുത്ത ചോദ്യം. ആദ്യമൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്താണ് വീഡിയോ കാണല്, ഇപ്പോൾ ഫുള്ളായിട്ട് കാണും. ഇപ്പോൾ എനിക്ക് ഫാമിലി ഒത്തിരി ഇഷ്ടമാണ്. സി സെക്ഷൻ അല്ലേ, ഇപ്പോൾ വേദനയൊക്കെ കുറവുണ്ടോ? സീരിയസ്ലി ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു കമൻറ്റ് വായിച്ചതിൽ. കാര്യം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ആളിൽ ഇപ്പം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുന്നതിൽ ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ചുമ്മാ നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആളെ പറ്റിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ ആൾ മാത്രം ഷെയർ ചെയ്യുന്നു. അങ്ങനെ വീട്ടിലെ പ്രശ്നങ്ങളും വഴക്കുകളും ഞാൻ ഇതുവരെ അങ്ങനെ വിട്ടിട്ടില്ല. ഇല്ല, ഒരു ഫോർച്യൂണർ നോക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ചുമ്മാ. പിന്നെ അടുത്ത ചോദ്യം, ദേവിക കുഞ്ഞിന്റെ നെയിം സെലക്ട് ചെയ്തു. പാത്തും കുഞ്ഞും ഓക്കെയാണ്. നെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അംന, എത്ര ഇയർ ആയി മാരേജ് കഴിഞ്ഞിട്ട്? 3 ഇയർ കഴിഞ്ഞ്, ഇതിപ്പോൾ 4ാമത്തെ ഇയർ ആണ്. December 12 ആകുമ്പോഴത്തേക്ക് 4 ഇയർ കംപ്ലീറ്റ് ആവും. സജന, എന്താ മുടിയും താടിയും വെട്ടാത്ത പാത്തുവിന്റെ ഫാമിലിയുടെ? ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. പ്ലീസ് നിങ്ങളൊന്നും വിചാരിക്കരുത്, പറഞ്ഞു വരുത്തോട്ടെ. അടുത്തത് അനിൽ രത്തൻ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ റീസൺ? യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 2017 തൊട്ടുണ്ട് പെട്രാക്സ് ബോയ് എന്ന അക്കൗണ്ടിലാണ് റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് പോകുന്നത്. ദെൻ ആഫ്റ്റർ മാരേജ് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് വ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നീട് അതൊരു സാഹചര്യത്തിൽ ചില ചില ഫ്രണ്ട്സിനോടൊക്കെ ചേർന്ന് അവരുടെ ഒരു അഭിപ്രായമൊക്കെ കേട്ടിട്ട് നമ്മൾ കപ്പിൾ ചാനലായിട്ട് തുടങ്ങി. പെട്ടെന്നുള്ള ഗ്രോത്ത് ആയിരുന്നു നമുക്ക്. അങ്ങനെ നമ്മൾ യൂട്യൂബിലോട്ട് കുറച്ച് കാര്യം വെച്ച് ഫാമിലി ആയിട്ട് വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി എല്ലാം ചെയ്തു. എനിക്ക് അല്ലാണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, ഇവക്കൊരു പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റയിൽ, പെട്രാക്സ് എന്നാണ് പേര്. അതിൽ ഞാൻ ഹിപ്നോട്ടിസം ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ഹിപ്നോട്ടിസ്റ്റ് ആണ്. മിക്കവാറും നിങ്ങൾ ഏറെക്കുറെ ഉള്ള ആളെല്ലാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഹിപ്നോട്ടിസം ചെയ്യുന്നത്. ഒരുപാട് ചോദിച്ചിട്ടുണ്ട് മരിച്ചുപോയ ആളെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെയാണ്. സോ അതൊക്കെ പറ്റി ഞാൻ വേറെ ദിവസം വീഡിയോ ചെയ്യാമേ. ദെൻ അടുത്തത്, പാത്തുവിന് ആരെങ്കിലും വന്നോ കുട്ടിയെ കാണാൻ? ഇല്ല, അത് കളഞ്ഞ കേസാണ്. അർഷാദ്, കുട്ടിയുടെ വെയിറ്റ് എത്ര? കുട്ടിക്ക് ഇപ്പോൾ കറന്റ് 2.93 kg അടുപ്പിച്ചായിട്ടുണ്ട്. പിന്നെ ചേട്ടന് താടിയും മുടിയും വെട്ടാത്തത് എന്താ? ഉത്തരവില്ല. ഞാൻ അടുത്തത്, യൂസർ, മോൻ്റെ നെയിം എന്താ? മോൻ്റെ നെയിം ഇപ്പോൾ തൽക്കാലം നമ്മൾ വിട്ടു വിളിക്കുന്നത് ഷോർട്ടായിട്ട് ഇച്ചു എന്നാണ്. പിന്നെ ലോങ് വീഡിയോ ലോങ് നെയിം ഉണ്ട് കേട്ടോ. ഇനി അടുത്തത്, കുട്ടിക്ക് പേര് സെലക്ട് ചെയ്തോ? പാത്തുവിന്റെ സ്റ്റിച്ച് ഉണങ്ങിയോ? കുട്ടിക്ക് പേര് സെലക്ട് ചെയ്തു. എൻ്റെ സ്റ്റിച്ച് പുറമേ ഉണങ്ങിയിട്ടുണ്ട്, ഉള്ളിലെ പെയിൻ ഇപ്പോഴും ഉണ്ട്. അത് മാറാൻ സമയം എടുക്കും, 1 വർഷമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ സി സെക്ഷൻ റീസൺ അത് അടുത്തൊരു വീഡിയോ ആക്കി നമ്മൾ ഇടുന്നുണ്ട്. ചോദിച്ചത് ഷിയാനാണ്, അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആക്കി ഇടുന്നുണ്ട്. പിന്നെ അടുത്തൊരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 2-3 അതായത് കട്ട് പോയി. ഈ കൈ കിടക്കുന്ന ഈ ഒരു സാധനം വാങ്ങിച്ചത് എവിടെയാണ്, എന്താണെന്നുള്ളതാണ്. ഈ സാധനം ആക്ച്വലി എനർജൈസ്ഡ് ചെയ്ത സ്റ്റോൺസ് ആണ്. അത് നമുക്ക് ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇടുന്നതായിട്ടുള്ള സ്റ്റോണാണ്. ഇത് നമ്മൾ എനർജൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സ്റ്റോൺസ് ഒരു ഭംഗിക്ക് മോതിരമായിട്ടും മാലയായിട്ടും പിന്നെ കൈയിടുന്ന ചെയിനായിട്ടൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്പർ ഇട്ടേക്കാം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സിലോട്ട് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ. ഇത് 7 ചക്രാസിൻ്റെ ഉണ്ട്, അതിൽ പൈറൈറ്റ് സ്റ്റോൺസ് ഉണ്ട്, ലാവ സ്റ്റോൺ ഉണ്ട്, ടൈഗർ ഐ ഉണ്ട്, പിന്നെ ക്യാറ്റ് ഐ ഉണ്ട്, ഫൈറൂസ് ഉണ്ട്, പിന്നെ ഒബ്സീഡിയോ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്റ്റോൺസ് ചേർന്നതാണ്. ഇതെല്ലാം ഒരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത്, വെൽത്ത്, അബണ്ടൻസ്, പിന്നെ നെഗറ്റീവ് എനർജീസ് മാറാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് പിന്നെ മതവുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ലാ മതഗ്രന്ഥങ്ങളിലും നെഗറ്റിവിറ്റിയെ പറ്റിയും പോസിറ്റിവിറ്റിയും പറയുന്നുണ്ട്. സോ അപ്പോൾ അതിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ഭംഗി കയ്യിലിടാം, അത്ര തന്നെ. പിന്നെ മോതിരമാണെങ്കിൽ അങ്ങനെ ഇടാം, കഴുത്തിലെ മാലയായിട്ട് ഇടാം, വീട്ടിൽ വെക്കുന്ന സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തത്. അതാണ് ഈ സാധനം കേട്ടോ. ഇനി അടുത്ത ചോദ്യം എന്തുവായിരുന്നു? റസിയ, പ്ലേസ് എവിടെയാ? പ്ലേസ് നമ്മൾ തിരുവനന്തപുരം വർക്കലയിലാണ്. സോ ഇതാണ് നമ്മുടെ ഇത്രയും ചോദ്യങ്ങൾ, ഏകദേശമല്ല മുഴുവൻ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം ചെന്നിട്ടുണ്ട്. എന്താണ് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തതിനെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? എന്തിനു പറയണം? എല്ലാം പറഞ്ഞില്ലേ? വളരെ സന്തോഷം. നിങ്ങൾ ഇത്രയും നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് ചോദ്യങ്ങൾ, നിങ്ങളെയൊക്കെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ കുറേ ചോദ്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ വീണ്ടും ആവർത്തനമായതുകൊണ്ടാണ്. ബിക്കോസ് നിങ്ങളെ പേര് പറഞ്ഞില്ല എന്നൊന്നും വിചാരിച്ചു. പാത്തുവിന്റെ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ലവ് സ്റ്റോറി ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോം ടൂർ ചോദിക്കുന്നുണ്ട്, ഹോം ടൂർ ഞാൻ കൃത്യമായിട്ട് ഇടുന്നുണ്ട്.
പിന്നെ ഡെലിവറി സി സെക്ഷൻ ആവാനുള്ള റീസൺ അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇടുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ് അതൊക്കെ നമ്മുടെ ഇപ്പം കറന്റ് വരുന്ന വീഡിയോ 27-ാം തീയതി നമ്മുടെ ബേബിയുടെ അതാണ് ബേബിയുടെ നൂലുകെട്ട് ചടങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന്റെ വീഡിയോസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ആ വീഡിയോസ് നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ടാവും. നിങ്ങൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു Q&A നമ്മൾ അടുത്ത വർഷം 2026 വരത്തുള്ളൂ. സോ കീപ് വാച്ചിങ് എസ് ഗൈസ്. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. മോറോവർ നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്കമിങ് ഡേയ്സിൽ ഇടുന്നുണ്ടായിരിക്കും. ഒരുപാട് പേര് വേറെ കുറേ ചോദ്യം കമൻറ്റ് ബോക്സ് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഫേസ്, കുഞ്ഞിന് എന്താ കഴിക്കാൻ കൊടുക്കുന്നത്, കുഞ്ഞിന് ഏത് കമ്പനിയുടെ എന്താണ് കൊടുക്കുന്നത്, നാനൊക്കെ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. അപ്പോൾ എന്താണെന്നൊക്കെ ഉള്ളതും അറിയാവുന്ന കാര്യങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയിടാവുന്നതാണ്. അപ്പം അതൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ടായിരിക്കും. സോ നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നതിന്, നമ്മളെ വീഡിയോസ് കാണുന്നതിനൊക്കെ ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. പാത്തുവിൻ്റെ ഡെലിവറി സമയത്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിനൊക്കെ ഒരുപാട് പ്രാർത്ഥനകളും ഒരുപാട് സപ്പോർട്ടും പേഴ്സണലി നമ്പർ ഒപ്പിച്ച് വിളിച്ചവരും പിന്നെ ഹോസ്പിറ്റലിൽ കിംസിലാണെന്ന് പറഞ്ഞിട്ട് അവിടെ നേരിട്ട് കാണാൻ വന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്രയും നിങ്ങൾ സ്നേഹിക്കുന്ന പറഞ്ഞാൽ വീണ്ടും എനിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത, അല്ലെങ്കിൽ എനിക്ക് എത്രയും നിങ്ങളടുത്ത് നിങ്ങളാണ് നമ്മുടെ ധൈര്യം, നിങ്ങളാണ് നമ്മുടെ എല്ലാം. സോ ലവ് യു ആൾ. ബൈ.